അതാ ചൂണ്ട മീനായതുകൊണ്ടാ. ആ ചൂണ്ട മീനാണ്. അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ഇത്ര നല്ല ഫ്രഷ് മീൻ കിട്ടത്തില്ല. കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോ കോരാറായാ? കോരാറ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് കോര. ഇത് നമ്മൾ ഒരു റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിനൊരു റേഷ്യോ ഉണ്ട്, ആ രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ റെസിപ്പിയാണ്. ഇതേ നമ്മുടെ കേരമീൻ ഇടിച്ചമന്തിയിലെ നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ട് കയറാം. അപ്പൊ ഇന്ന് നമ്മള് മനുഷ്യരുടെ ഒപ്പം മാർക്കറ്റിൽ പോയിട്ട് കളക്ട് ചെയ്ത മീനാണിത് അല്ലേ? ഈ മീനോട് മനുഷ്യൻ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതെന്താ മീൻ അറിയോ? ഇത് ചൂണ്ട മീനാണ് ചേട്ടാ. നല്ല ഫ്രഷ് സാധനം. ചൂണ്ട മീൻ. അതെ, ഇത് സംഭവം വെള്ളക്കേരയല്ലേ? വെള്ളക്കേരയാണ്. പക്ഷെ ഇപ്പൊ ട്രോളിംഗ് ആയ കാരണം ഫ്രഷ് മീൻ കിട്ടാനില്ല. ഇത് ചൂണ്ട മീനായത് കാരണം അടിപൊളി ഫ്രഷ് കേരമീനാണ്. ഇത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് അറിയോ? കാണിച്ചു തരാം. ഇത് നമ്മൾ വിചാരിക്കുന്നില്ല അച്ചാറല്ല. കാരണം നമ്മൾ പെട്ടെന്ന് കേര അച്ചാറെന്ന് ചോദിക്കും. അച്ചാറല്ല, വേറൊരു സാധനം നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് ആ വീഡിയോക്ക് പോവാം. ചൂര വെള്ള ചൂരായിട്ട് വരികയാണ്. നിങ്ങൾ രണ്ടെണ്ണേ ഉള്ളന്ന്. രണ്ടെണ്ണം അല്ലാട്ടാ. ഇത് കണ്ടാ, ഇത് ഫുള്ള് ചൂണ്ട. നിങ്ങൾക്ക് ആ മീനിന്റെ ഫ്രഷ് നോക്കിയേ. ചൂണ്ടയിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തതാണ് 5 എണ്ണം. ഈ 5 എണ്ണം കൊണ്ടാണ് ഇന്നൊരു അടിപൊളി സംഭവം. അതായത് ലേശം ചോറിന്റെ അറ്റത്ത് വെച്ചാൽ അടിപൊളിയായിട്ട് ചോറ് മുഴുവൻ കഴിക്കാവുന്ന ഒരു അടിപൊളി സാധനം. വെറൈറ്റിയാണ്, ആരും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം ഇൻ മനീഷ കാന്താരീസ് എന്നാണ് പ്രൊഡക്റ്റ്. അപ്പൊ നമ്മൾ നേരെ ഇതിന്റെ ക്ലീനിങ്ങിലേക്ക് പോവുകയാണ്. ക്ലീനിങ് നമ്മൾ കാണിക്കുന്നില്ല, ക്ലീൻ ചെയ്ത് വന്ന പീസ് നമ്മൾ കാണിക്കാം. ഇതിപ്പോ ഇത്രയും വലിയ പീസല്ലേ, ഇത് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യും. എന്നാലാണ് ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളൊക്കെ നന്നായിട്ട് മുരിക്കുള്ളൂ. ഈ മുഴുപ്പി കട്ടിയല്ലേ? അതെ. ആ മീനിന്റെ ഒരു ഫ്രഷ്നെസ് നോക്കി. അതെ അതെ, നല്ല. അതാ ചൂണ്ട മീനായതുകൊണ്ടാ. ആ ചൂണ്ട മീനാണ്. അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ഇത്ര നല്ല ഫ്രഷ് മീൻ കിട്ടത്തില്ല. നമ്മൾ ഇതെങ്ങനെ കട്ട് ചെയ്ത് ഫുള്ള് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയ. മനീഷ, നമ്മൾ ഇതുവരെ എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞില്ലേ? എന്താണ് ഈ സംഭവം? എന്താണ് നമ്മൾ ചെയ്യാൻ പോണത്? പറയട്ടെ. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കേരമീൻ ഇടിച്ചമ്മന്തി. അല്ല, ഞാൻ ചോദിക്കട്ടെ, സാധാരണ ഈ ഇടിച്ചമ്മന്തിയൊക്കെ വരുന്നത് ഉണക്കമീനല്ലേ ഉപയോഗിക്കുന്നത്? ഉണക്കമീനല്ല, എല്ലാവരും ഉണക്കമീൻ കഴിക്കണം എന്നില്ലല്ലോ. ഇത് നമ്മൾ പച്ചമീനിന്റെ സ്വാദ് ആ ഫ്രഷ്നെസ്സോടുകൂടി ഉണങ്ങുമ്പോൾ അതിന്റെ ഫ്രഷ്നെസ് ഒക്കെ പോയി വേറൊരു രീതിയിലാണ്, വേറൊരു ടേസ്റ്റിനാവുക. ഉപ്പ് കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പറ്റാത്ത ആളുകളും നമ്മുടെ ഇടയിലുണ്ട്, ഇല്ലേ? പ്രഷറൊക്കെ ഉള്ളവർ. അപ്പൊ ഇത് നമ്മൾ പച്ചമീനിന്റെ അതേ സ്വാദോട് കൂടിയിട്ട് പച്ചമീൻ തന്നെ ഫ്രൈ ചെയ്ത് അതിന്റെ ആ ഫ്രഷ്നെസിന്റെ സ്വാദോട് കൂടിയിട്ടുള്ള ഒരു ചമ്മന്തി. ഇത് നേരെ ഈ പാത്രത്തിലേക്ക് ഇടാം. നന്നായിട്ട് മഞ്ഞപ്പൊടി ഇടുന്നത് ഇതിലെ വിഷാംശങ്ങൾ പോവാനും അതുപോലെ തന്നെ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യാനാണ്. മഞ്ഞപ്പൊടി ഒരു നല്ലൊരു പ്രിസർവേഷനാണ്, നാച്ചുറൽ പ്രിസർവേഷനാണ് മഞ്ഞൾപ്പൊടി. കൂടുതലിടുന്നത്. അപ്പൊ അതേ മീൻ നമ്മൾ നല്ലെണ്ണയിലേക്ക് ഇടാൻ പോകട്ടെ. നല്ലെണ്ണ നന്നായിട്ട് ചൂടായി. ഈ വറക്കുന്നത് വെച്ചാല് ഭയങ്കര ഡീപ്പാണ് അല്ലേ? ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഈ രീതിയിൽ മുരിഞ്ഞു വന്ന സാധനം അത് ഇളക്കി കൊടുക്കും വേണം. കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോ കോരാറ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് കോര. വറുത്തതേ കോരുന്നു കേട്ടാ. നമ്മള് മീൻ വറുത്ത് മാറ്റി ഇനി അതൊന്ന് ചൂടാറിയിട്ട് വേണം ക്രഷ് ചെയ്യാൻ. ആ നേരത്ത് നമുക്ക് നമ്മുടെ മസാലക്കൂട്ട് റെഡിയാക്കാം കേട്ടാ. ഇതാണ് നമ്മുടെ മസാലക്കൂട്ട്. അതെ, ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ട്. കുരുമുളക്, വറ്റൽമുളക്, അതുപോലെ ചുവന്നുള്ളി, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് നമ്മൾ ഒരു റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിനൊരു റേഷ്യോ ഉണ്ട്, ആ രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ റെസിപ്പിയാണ്. നമ്മളിത് വേപ്പിൻ്റെ ഇല കഴുകി ഉണക്കി നമ്മൾ വെച്ചതാ. അത് നേരെ ഇതിലേക്ക് എടുത്തിട്ടു കേട്ടാ. ഇത് കോരണം. അതെ, നമ്മള് ഓൾറെഡി നമ്മളെ ആദ്യം ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ആ മൂപ്പെത്തി. നമുക്ക് എന്താണ് ആ മൂപ്പെത്തിട്ടുണ്ട്. ഇതും ആറെണ്ണ. ഇത് ചൂടാറണം അല്ലേ? അതിനാണ് ഇങ്ങനെ പരത്തിയിടുന്നത്. അടുത്തത് നമ്മൾ ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുന്നു. ഇതും ഇതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കും അല്ലേ? ഇതുപോലെ നന്നായി ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കും. ഇതൊന്നും നമ്മൾ എണ്ണ ഉപയോഗിക്കത്തില്ല. ഇല്ല, എണ്ണ ഉപയോഗിക്കില്ല. അപ്പൊ നമ്മുടെ അവസാനം ഇതല്ലേ ലാസ്റ്റ് ഉള്ള അല്ലേ? അതെ. ഇനിയൊന്നും കയറാനില്ല. ഇല്ല. നമ്മളിത് ആ വറുത്ത് വെച്ച് കയറില്ലേ, അത് നമ്മള് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ പോവാ. അതിന്റെ എണ്ണമയം ഫുള്ള് മാറി. അതാണ് വെച്ചിരുന്ന പുറത്തുകൊണ്ട്. അതെ, ഫൈനലാണ് കേട്ടാ. ലാസ്റ്റ് നമ്മുടെ ഇതും ഫുള്ള് പൊടിച്ചു. ഉണ്ടാ 2 ഇലായിട്ട് നിറച്ചും പൊടിച്ചെടുത്തു നമ്മള്. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യാൻ പോണത്? അടുത്തത് നമ്മള് നേരത്തെ ഇഞ്ചിയും ഇതൊക്കെ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അത് ഇതുപോലെ ക്രഷ് ചെയ്യണം അല്ലേ? അത് വേറെ സെപ്പറേറ്റ് പാത്രത്തിൽ ആക്കി വെക്കും. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യും. നമ്മൾ നേരത്തെ ഡ്രൈ ആക്കിയിട്ട് വറുത്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും സംഭവങ്ങളൊക്കെ ഇന്നിട്ടാ അത് നമ്മളൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കും. ആ ഫ്ലേവറൊക്കെ ഒന്ന് പുറത്തു വരാനാ. കൊല്ലമുളക്, കുരുമുളക്, വേപ്പില. ഇപ്പൊ നമ്മൾ ആദ്യം ഇത്തിരി ഉപ്പ് ചൂടാക്കണം. എന്തിനാ ഉപ്പ് ചൂടാക്കുന്നേ? അത് ഉപ്പില് വെള്ളാംശം ഉണ്ടെങ്കിൽ അതൊന്ന് പോയിക്കോട്ടെ വെച്ചിട്ട്.
അപ്പൊ നമ്മൾ ഫൈനൽ സെക്ഷനിലേക്ക് പോയാണല്ലേ? അതെ അതെ. യെസ്. അപ്പൊ നമ്മൾ നേരെ ചതച്ചെടുത്ത അല്ലെ മീൻ. ഓക്കെ, അപ്പൊ നമ്മളിത് ചട്ടിയിലേക്ക് ഇടണം കേട്ടാ. ചതച്ചെടുത്ത മീനാണ് ചട്ടിയിലേക്ക് കയറുന്നത്. ഇതേ നമ്മുടെ കേരമീൻ ഇടിച്ചമന്തിയിലെ നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ട് കയറാം കേട്ടാ. ആ മസാലക്കൂട്ടായിരിക്കുന്നത്. അതെ അതെ അതെ, അത് നമ്മൾ ആഡ് ചെയ്യാൻ പോവാ. ഇതൊരു സംഭവം കേട്ടാ. അതെ, നമ്മുടെ സ്പൈസിനനുസരിച്ചാണ് ഇത് ആഡ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ഇഞ്ചിയാണ് ഈ കയറുന്നത്. അതെ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സ് ആണ് കയറി. ഇപ്പം ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആണ്. ഈ മീനും കൂടി ഉണ്ടല്ലോ, ആ മീനിൻ്റെ കൂടി ടേസ്റ്റ് ഉണ്ടല്ലോ. രക്ഷയുള്ള സാധനമാണ് ഉണ്ടാക്കുന്നത്. സാധാരണ മുളക് പൊടിയൊക്കെ കളറൊക്കെ ചേർത്ത് മുളക് പൊടിയൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും കുരുമുളക്, കൊല്ലമുളകൊക്കെ നമ്മൾ തന്നെ പൊടിച്ച് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മുടെ കേരമീൻ ഇടിച്ച് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് പറയാം. ടേസ്റ്റ് ആണെന്നും ഇല്ല, അസാധ്യമാണെന്ന് കാഴ്ച തന്നെ വ്യക്തമാണ്. കഴിച്ചിട്ട് അതിന്റെ ഒരു ഔട്ട് പറയിട്ടാ. ഓക്കെ, നമ്മൾ ടേസ്റ്റ് എടുക്കുന്നു. അടിപൊളി സാധനമാണ്, ഉഗ്ര സാധനമാണ്. കേരമീൻ ഇടി അല്ലേ, ഇടിച്ചമന്തി. ആവശ്യമുള്ള എന്താ വേണ്ടത്? ഈ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ എവിടെ അയച്ചു തരും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.